കൃഷ്ണ. സർവത്ര കൃഷ്ണനാമ സങ്കീർത്തനം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തി. അതും ഭഗവാന്റെ പ്രിയപ്പെട്ട മാസമായ വൈശാഖ മാസത്തിൽ, മാധവ മാസത്തിൽ, മധുസൂദന മാസത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രത്തിലെ ആ 12 അക്ഷരങ്ങളിലെ ഒരു അക്ഷരമായ മാ, മധുസൂദനൻ. ആ മധുസൂദന മാസമാണ് ഈ മാസം. ആ മാസത്തിലെ ഏകാദശിയാണ് മോഹിനി ഏകാദശി. 2026 ഏപ്രിൽ മാസം 27-ാം തീയതി തിങ്കളാഴ്ചയും, അതുപോലെ മലയാള മാസമായ മേടമാസം 14-ാം തീയതിയും, ഹിന്ദു മാസമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി മോഹിനി ഏകാദശി. എന്തുകൊണ്ടാണ് ഈ ഏകാദശിക്ക് മോഹിനി ഏകാദശി എന്ന് പേര് വന്നത്? നമ്മുടെ ഭഗവാൻ നാരായണൻ, നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു ഈ ഏകാദശി ദിവസത്തിലാണ് മോഹിനി അവതാരമെടുത്തത്. എന്തിനായിരുന്നു മോഹിനി അവതാരമെടുത്തത്? ദേവേന്ദ്രനെയും ദേവന്മാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ദുർവാസാവു മഹർഷിയുടെ ശാപം മൂലം ദേവേന്ദ്രനും ദേവന്മാരും ജരാനരകൾ ബാധിച്ച് നടന്ന കാലം. ദുർവാസാവു മഹർഷി പറഞ്ഞിരുന്നു, ഇതിൽ നിന്ന് ശാപമോക്ഷം കിട്ടാൻ വേണ്ടി പാലാഴി കടഞ്ഞെടുത്ത് അമൃത് സേവിച്ചാൽ മതിയത്രേ. അങ്ങനെ ദേവേന്ദ്രനും ദേവന്മാരും പാലാഴി കടയാൻ തീരുമാനിച്ചു. പക്ഷെ അവർക്ക് മാത്രം അതിന് സാധിക്കില്ലായിരുന്നു. അവര് അസുരന്മാരെ കൂടി വിളിച്ചു. അസുരന്മാരും ദേവന്മാരും തമ്മില് നമ്മുടെ മന്ദരപർവ്വതത്തെ കടക്കോലാക്കിയും വാസുകിയെ കയറാക്കിയും പാലാഴി കടയാനായിട്ട് തീരുമാനിച്ച് പാലാഴി കടയാൻ തുടങ്ങി. അങ്ങനെ പാലാഴി കടഞ്ഞ് പല പല ദിവ്യ വസ്തുക്കളും അതിൽ നിന്ന് പൊന്തി വന്നു. അവസാനം നമ്മുടെ ഭഗവാൻ തന്നെ ധന്വന്തിരി മൂർത്തിയായിട്ട് അമൃതകുംഭം കൊണ്ട് പൊങ്ങി വന്നു. അമൃതകുംഭം കൊണ്ട് പൊങ്ങി വന്ന് ആ ധന്വന്തിരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് അസുരന്മാര് അമൃതകുംഭം തട്ടിയെടുത്ത് പാതാളത്തിലേക്ക് പോയി. ദേവന്മാര് വീണ്ടും നിരാശരായി. ദേവന്മാര് നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെ അഭയം പ്രാപിച്ചു. ഭഗവാൻ മഹാവിഷ്ണു അപ്പോൾ മോഹിനി രൂപമെടുത്ത് ഒരു സുന്ദരി യുവതിയായിട്ട് പാതാളത്തിൽ ചെന്ന് അസുരന്മാരുടെ അടുക്കൽ ചെന്ന് ശൃംഗാര ഭാവങ്ങളൊക്കെ കാണിച്ച് അവർക്ക് ആ അമൃത് വിളമ്പി കൊടുത്ത് അമൃതകുംഭം കൈക്കലാക്കി ദേവന്മാർക്ക് തിരിച്ചു കൊടുത്തു. അതൊരു ഏകാദശി ദിവസമായിരുന്നു. അങ്ങനെ അന്ന് ദേവന്മാര് ഭഗവാനെ കാത്തിരുന്ന് ഉപവാസമെടുത്ത് ദ്വാദശിയുടെ അന്ന് ആ അമൃതകുംഭം കഴിച്ച് ആ അമൃതകുംഭം തുറന്ന് അമൃതെടുത്ത് ഭക്ഷിച്ച് ദേവന്മാരുടെ ജരാനരകളെല്ലാം പോയി സുന്ദരന്മാരായിട്ട് ദേവലോകത്ത് അങ്ങനെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് ദുർമേധസ്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. എല്ലാവർക്കും തന്നെ നല്ല വണ്ണവും ഒക്കെയാണ്. അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നമ്മൾ ഈ 3 ദിവസം ഭഗവാനെ ധ്യാനിച്ച് നല്ല ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെയോ, നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ നമുക്ക് പാലും പഴങ്ങളും കഴിക്കാം, ഇല്ലെങ്കിൽ വെള്ളം മാത്രം കുടിക്കാം, നിർജ്ജലമായിട്ടും എടുക്കാം. പക്ഷേ നിർജ്ജലമായിട്ട് ഇന്ന് ഈ ചൂടത്ത് അല്ലെങ്കിൽ ഈ കലിയുഗത്തിൽ നമുക്ക് ആർക്കും തന്നെ സാധിക്കുകയില്ല. സാധിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ മീനച്ചൂടിലും മകരച്ചൂടിലും അല്ലെങ്കിൽ ഇപ്പോഴും ഈ മേടത്തിലും ചൂട് തന്നെയാണ്. സൂര്യതാപമേറ്റ് പലരും മരിക്കുന്നൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം ഏകാദശി എടുക്കാൻ. മനസ്സ് ശുദ്ധമാക്കി ആ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ആ ഭഗവാനെ, ആ കാരുണ്യമൂർത്തിയായ ശംഖുചക്ര ഗദാ പത്മധാരിയായിട്ടുള്ള ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ മാനസ പൂജ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഏകാദശി വ്രതമെടുക്കാം. അപ്പോൾ നമ്മുടെ രോഗങ്ങളൊക്കെ മാറി നമുക്ക് സർവ്വ ഐശ്വര്യവും വരും. സർവ്വ ഐശ്വര്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രോഗങ്ങൾ മാറുമ്പം തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ കൊണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയല്ലേ? ഹരേ കൃഷ്ണ. വീണ്ടും ഈ ഏകാദശിയുടെ കഥകൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. യുധിഷ്ഠിര മഹാരാജാവ് വീണ്ടും ചോദിക്കുകയാണ്, ഭഗവാനെ കൃഷ്ണ,
എന്താണ് ഈ മോഹിനി ഏകാദശിക്ക് ഇത്രയും പ്രത്യേകത? അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ശ്രീരാമചന്ദ്രൻ സീതാദേവി വനത്തിൽ പോയപ്പോൾ അങ്ങനെ ആ സീതാദേവിയെ കാത്തിരിക്കുമ്പോഴൊക്കെ എടുത്തിരുന്ന ഒരു വ്രതമാണ് മോഹിനി ഏകാദശി. പിന്നെയോ സരസ്വതി നദിയുടെ തീരത്ത് ഒരു നല്ല നഗരമുണ്ടായിരുന്നു. അതിലെ രാജാവായിരുന്നു ദുതിമാൻ എന്ന് പറയുന്ന. ആ ദുതിമാൻ രാജ്യഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ അത്രയും സമ്പൽ സമൃദ്ധിയിലും സന്തോഷത്തോടും കൂടിയാണ് അത്രേ കഴിഞ്ഞിരുന്നത്. അവിടുത്തെ ഒരു വലിയ വ്യവസായിയായിരുന്നു ധനപാലൻ എന്ന് പറയുന്ന ഒരു ആള്. അദ്ദേഹത്തിന്റെ 5 മക്കളില് ഒരാള് വഴിതെറ്റിപ്പോയി. അങ്ങനെ ആ രാജ്യത്ത് എല്ലാവർക്കും സങ്കടമായി. ആ ധനപാലൻ രാജാവിനോട് ചെന്ന് പറഞ്ഞു, ഈ കുട്ടിയെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കൂ. അങ്ങനെ ആ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നുമൊക്കെ ആ ധനപാലന്റെ ഇളയ പുത്രനെ ഭ്രഷ്ടനാക്കി. അങ്ങനെ ആ കുട്ടി കാട്ടിൽ കൂടി അലഞ്ഞു നടന്ന് ഒരു ആശ്രമത്തിലെത്തി. അത് കൗണ്ഡന്യ മുനിയുടെ ആശ്രമമായിരുന്നു. ആ മുനിയോട് അദ്ദേഹം പറഞ്ഞു, മഹാമുനിയെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഉപായം, എന്താണ് മാർഗം? എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മുനി അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയും വരുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ്. അത് വിദ്യാമണ്ണം അനുഷ്ഠിച്ചു കൊള്ളൂ. ആ ഭഗവാൻ നാരായണന്റെ മോഹിനി രൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് ആ ഏകാദശി വിദ്യാമണ്ണ എടുക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളും പോയി നാട്ടിലേക്ക്, ആ വീട്ടിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് സാധിക്കുമെന്ന്. അങ്ങനെ അദ്ദേഹം ആ മോഹിനി ഏകാദശി വ്രതമെടുത്ത് നല്ല ഒരു മനസ്സിന്റെ ഉടമയായിട്ട് ആ സരസ്വതി നദീ തീരത്തുള്ള ആ നഗരത്തിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അതുപോലെ സഹോദരങ്ങളും രാജാവും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിച്ച് ഒരുപാട് കാലങ്ങൾ നല്ല വിഷ്ണു ഭക്തനായിട്ട് ജീവിച്ച് ആ വിഷ്ണുപാദത്തിൽ അലിഞ്ഞു എന്നാണ് പറയുന്നത്. എല്ലാ ഏകാദശിയുടെയും കഥയും വ്രതകഥയും അതുപോലെ എങ്ങനെയാണ് ഏകാദശി എടുക്കുന്നത് എന്ന് ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. ദശമി, ഏകാദശി, ദ്വാദശി. ദശമിയുടെ അന്ന് തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് വെച്ച് ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ, ഞാൻ ഏകാദശി വ്രതം എടുക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഒരു കുറവും വരുത്താതെ തളർച്ച തോന്നാതെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു നേരം അരി ആഹാരവും 2 നേരം മിതമായിട്ട് വേറെ എന്തെങ്കിലും ധാന്യങ്ങളോ പച്ചക്കറികളോ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് വ്രതം ആരംഭിക്കാം. ഏകാദശിയുടെ അന്ന് നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിർജ്ജലമായിട്ടോ പാലും പഴങ്ങളും ഒക്കെ ഭക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചുകൊണ്ടും ഒക്കെ ഭഗവാന്റെ മന്ത്രങ്ങളും നാമങ്ങളും നാരായണീയവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിച്ചും ജോലി ചെയ്യുമ്പോഴും ഭഗവാന്റെ ആ മനസ്സിൽ ഭഗവാന്റെ ആ രൂപത്തെ നിറച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ നമ്മുടെ മനസ്സിലെങ്കിലും ജപിച്ചുകൊണ്ട് അങ്ങനെ ഏകാദശിയുടെ അന്ന് കഴിച്ചു കൂട്ടുക. ദ്വാദശിയുടെ അന്ന് രാവിലെ നമ്മൾ പാരണ വീഴേണ്ട സമയത്ത് തന്നെ ഭഗവാനെ നമുക്ക് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് വെച്ച് ഭഗവാനും നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ച് നമുക്ക് ഭൂഷ്യോഗം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്ന് പറഞ്ഞ് ആ ഒരു ലോട്ടയിൽ തുളസിയിലയോ അല്ലെങ്കിൽ വെറുതെ വെള്ളമോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ട് പാരണ വീട്ടും. അന്നത്തെ ദിവസവും ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി 2 നേരം മിതമായിട്ട് മറ്റുള്ള ധാന്യങ്ങളോ പച്ചക്കറികളോ ഒക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി വ്രതം അവസാനിപ്പിക്കാം. അങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത്. എല്ലാവർക്കും ഏകാദശി കഴിയുന്നത് പോലെ എടുക്കാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ എന്താണ് നാമങ്ങൾ ജപിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാജി എന്താണ് നാമം ജപിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ എപ്പോഴും നാവിൽ നിന്ന് മുറിയാതെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം 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 രാധേ രാധേ. അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ ദിവസവും ജപിക്കുന്നത് ഭാഗ്യസൂക്തവും പുരുഷ സൂക്തവും നാരായണ സൂക്തവും സ്ത്രീ സൂക്തവും. അത് ഞാൻ മുടങ്ങാതെ ജപിക്കുന്നതാണ്. എല്ലാവരും അതൊക്കെ പഠിച്ചിട്ട് ജപിക്കുക. ഇനി അതൊന്നും ജപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം അതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി.
എന്നാലും നമ്മൾ ഇതൊക്കെ ജപിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എനർജിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് അത് ആ ഭഗവാൻ അങ്ങനെ തരും. ശ്രീ സൂക്തം അത് നമ്മുടെ ലക്ഷ്മി ഭഗവതിയുടെ ശ്രീ സൂക്തമാണ്. അതൊക്കെ ജപിക്കുക. നാരായണ സൂക്തം അല്ലെങ്കിൽ പുരുഷ സൂക്തം, ദാ ഈ ആദി വിരാട് പുരുഷനായ നാരായണന്റെ ആ വിശ്വരൂപത്തെ അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് പുരുഷ സൂക്തം ജപിക്കുക. അത് എല്ലാ അമ്പലങ്ങളിലും, അയ്യപ്പൻ്റെ അമ്പലമാണെങ്കിലും ശിവന്റെ അമ്പലമാണെങ്കിലും അതുപോലെ മുരുകനും ഗണപതിക്കും ഒക്കെ രാവിലെ അവിടെ പുരുഷ സൂക്തം ജപിച്ചിട്ടാണ് അഭിഷേകം ചെയ്യുന്നത്. അതുപോലെ നമ്മളും രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ പുരുഷ സൂക്തവും ഭാഗ്യസൂക്തവും ഒക്കെ നമുക്ക് ജപിക്കാം. പണ്ടൊക്കെ എല്ലാവരും ഇതൊന്നും ജപിക്കുകയില്ലായിരുന്നു. കാരണം ഒന്ന്, ഇത് സംസ്കൃതമായതുകൊണ്ടും അതുപോലെ ഈ ശ്രുതിയൊക്കെ മുകളിലേക്കിട്ട് അങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് ആർക്കും അത് ജപിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതാ നമ്മൾ ഈ പുരുഷ സൂക്തവും ഭാഗ്യസൂക്തവും അതുപോലെ ശ്രീ സൂക്തവും ഒക്കെ ജപിക്കുമ്പോൾ ഈ ബ്രാഹ്മൺസ് ഒക്കെ പണ്ടൊക്കെ വേദമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഈ ശ്രുതി ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ടാണ് ജപിക്കുന്നത്. ഓം സഹസ്രശീർഷ പുരുഷഃ സഹസ്രാക്ഷ സഹസ്രപാദ് ഭൂമിം വിശ്വതോ വൃത്വാ ദത്യതിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദഗും സർവം, അങ്ങനെയൊക്കെ ജപിക്കും. ഏവേദഗും സർവം യദ്ഭൂതം വെച്ച ഭവ്യം. അങ്ങനെ നമുക്കങ്ങനെ അങ്ങനൊന്നും ജപിക്കണമെന്നില്ല. ഓം സഹസ്രശീർഷ പുരുഷഃ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ ദത്യതിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദഗും സർവം യദ്ഭൂതം വെച്ച ഭവ്യം ഉദാമൃതത്വശേഷാനഘ യദന്യേനാതിരോഹതി. അങ്ങനെ ജപിച്ചാൽ മതി. നമുക്ക് എങ്ങനെയാണോ ജപിക്കാൻ അറിയുന്നത് അങ്ങനെ ജപിച്ചാൽ മതി. അതുപോലെ ഭാഗ്യസൂക്തം. ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്ര വരുണ പ്രാതരശ്വിന പ്രാതർഭഗം ഭൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമമുദരുദ്രം ഗുവേമ. അതും അങ്ങനെ ജപിച്ചാൽ മതി. അതുപോലെ ശ്രീ സൂക്തം. ഓം ഹിരണ്യവർണാം ഹരണീം സുവർണരജതസ്രജാം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ മേയാവക താമയാവക ജാതവേദോ ലക്ഷ്മീമനപഗാമിനീം യസ്യാം ഹിരണ്യം വിന്ദേയം ഗാമശ്വം പുരുഷാനഹം അശ്വപൂർവാം രഥമധ്യാം ഹസ്തിനാഥ പ്രബോധിനീം ശ്രിയം ദേവീമുപഹ്വയേ ശ്രീമാതേ വിജുഷ്വദാ. അങ്ങനെ ഞാനിങ്ങനെയാണ് ജപിക്കുന്നത്. അപ്പം നമ്മുടെ സ്വരം എന്താണോ അങ്ങനെ ജപിച്ച് പഠിക്കുക എല്ലാവരും. ഹരേ കൃഷ്ണ. നമ്മുടെ നാരായണ സൂക്തത്തിലുള്ളതാണ്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. അതുപോലെ ശ്രീ സൂക്തത്തിലുള്ളതാണ്. ഓം മഹാലക്ഷ്മിയേജ വിദ്മഹേ വിഷ്ണു പത്നിയേജ ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. അങ്ങനെ നമുക്ക് എല്ലാ നാമങ്ങളും നമ്മുടെ സ്വരത്തിൽ ജപിക്കാം. അതാണ് ഭഗവാൻ ഇഷ്ടവും. നമ്മുടെ ഈ ഏകാദശി നിർജ്ജലമായിട്ട് എടുത്തില്ലെങ്കിൽ പാപം കിട്ടും അങ്ങനെയൊക്കെ പറയുന്നതിന് ഒരു കഥയുണ്ട്. ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു പാപം കുട്ടി, അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തൊരു പാപം കുട്ടി ചെന്നു. പക്ഷെ അതിന് ഭയങ്കര വിശപ്പാണ്. അങ്ങനെ ആ മഹർഷി അതിനെ ഇങ്ങനെ ഏറ്റെടുത്ത് വളർത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഒരു കണ്ടീഷൻ വെച്ചു, ഏകാദശി വരുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല, നീ ഒന്നും കഴിക്കരുത് എന്ന്. പക്ഷേ ആ കുട്ടിക്ക് ഏകാദശി വന്നപ്പോഴും ഭയങ്കര വിശപ്പായി. അന്നേരം പറഞ്ഞ്, ഞങ്ങളുടെ അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കത്തില്ല, നീ വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറേ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു. ആ കുട്ടി കാട്ടിൽ പോയിട്ട് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അന്നേരം ഭഗവാന് ഇങ്ങനെ ഇതൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഠാക്കൂർജിക്ക് ഇതൊന്നും ഇഷ്ടമില്ല, ഏകാദശിയുടെ അന്ന് ഠാക്കൂർജി ഭക്ഷണം ഒന്നും കഴിക്കൂല പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ആരാണ് ഈ ഠാക്കൂർജി? അപ്പൊ പറഞ്ഞു, അത് നമ്മുടെ ഭഗവാൻ നാരായണനാണ്. ആ കുട്ടി ഇങ്ങനെ കാട്ടില് പോയിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഠാക്കൂർജിയെ വിളിച്ച്. ഭഗവാൻ എന്നാ ചെയ്ത്, ഭയങ്കര സന്തോഷത്തോടു കൂടി വന്നിട്ട് ആ ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് കഴിച്ച ആ കുട്ടിയുടെ കൂടെ. അപ്പോള്
അടുത്ത ഏകാദശി വന്നപ്പോൾ ഈ മഹർഷിയോട് പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ വേണം, ഠാക്കൂർജി വരുവാണ് ഭക്ഷണം കഴിക്കാൻ. പിന്നെ ഏകാദശിക്കല്ലേ ഠാക്കൂർജി വന്ന് ഭക്ഷണം കഴിക്കുന്നത്, നീ വെറുതെ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞ് ഈ മഹർഷി ഒളിച്ചിരുന്ന് നോക്കിയത്രേ. അന്നേരം അദ്ദേഹത്തിന്റെ കൂടെ വന്നിരുന്ന് നല്ല വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഭഗവാൻ പോകുകയാണ്. അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒന്നല്ല, നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയും നന്മയും ഒക്കെയാണ്. അതുകൊണ്ട് ഈ ഏകാദശിക്കൊക്കെ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്നത് പോലെ ആർക്കെങ്കിലും ഒരു ചെറിയ ദാനം നൽകുക. പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ ഇത്തിരി വെള്ളം കൊടുക്കുക. എന്നും പക്ഷികൾക്ക് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയല്ല, നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുക. നമ്മുടെ ടെറസിലും എവിടെയെങ്കിലും കിളികൾ വരുന്നിടത്തൊക്കെ കുറച്ച് വെള്ളം വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. ഹരേ കൃഷ്ണ. അതുപോലെ ഏകാദശിയുടെ ഏറ്റവും പുണ്യമായ മുഹൂർത്തം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഏകാദശിയുടെ അന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. അതുപോലെ പാരായണ സമയം വരുന്നത് 28-ാം തീയതി രാവിലെ 6:08 മുതൽ 8:37 വരെയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ 5:43 വരെ 8:21 വരെ വരുന്നുണ്ട്. അങ്ങനെ പലയിടത്തും ചെറിയ ചെറിയ സമയങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. അത് സൂര്യോദയം അനുസരിച്ചാണ്. എന്തായാലും നമ്മൾ ഒരു 6:10 മുതൽ 8:30 മുമ്പ് നമ്മൾ ഏകാദശി പാരണ വീടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ. രാധേ രാധേ.